നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും ആദ്യ വാർത്തയിലേക്ക് സ്വാഗതം. നല്ലൊരു പ്രഭാതം എല്ലാ പ്രേക്ഷകർക്കും നേരുകയാണ്. ഒപ്പം തന്നെ ഇന്ന് പ്രണയ ദിനമാണ്, പ്രണയിക്കുന്നവരുടെ ദിനം കൂടിയാണ്. എല്ലാവർക്കും പ്രണയദിന ആശംസകൾ കൂടി ആശംസിക്കുന്നു. ആദ്യം നോക്കാം നമുക്ക് പ്രധാന തലക്കെട്ടുകൾ. പ്രധാനമന്ത്രിയുടെ UAE സന്ദർശനം തുടരുന്നു. അബുദാബിയിലെ ആദ്യ ഹിന്ദു ക്ഷേത്രം വിശ്വാസികൾക്ക് സമർപ്പിക്കും. രാത്രി ഖത്തറിലേക്ക് പുറപ്പെടും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ വിലയിരുത്താൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേരളത്തിൽ. ചീഫ് ഇലക്ടറൽ ഓഫീസറുമായി കൂടിക്കാഴ്ച. കളക്ടർമാരും ജില്ലാ പോലീസ് മേധാവികളും ചർച്ചയ്ക്ക്. ലോക്സഭാ സീറ്റ് വിഭജനം ചർച്ച ചെയ്യാൻ UDF യോഗം ഇന്ന്. 3ാം സീറ്റ് ആവശ്യത്തിൽ ഉറച്ച ലീഗ്. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം സ്ഥാനാർത്ഥിയെ നാളെ പ്രഖ്യാപിക്കും. വയനാട്ടിലെ ആളെക്കൊല്ലി കാട്ടാനയെ പിടികൂടാനാകാതെ വനം വകുപ്പ്. ദൗത്യം ഇന്നും തുടരും. നിലമ്പൂരിൽ കൃഷിക്ക് ഭീഷണിയായി കാട്ടാനകൾ. കർഷക സംഘടനകളുടെ ഡൽഹി ചലോ മാർച്ച് തുടരുന്നു. കേന്ദ്രമന്ത്രിമാരുമായി ഇന്ന് ഹരിയാനയിൽ ചർച്ച. രാജ്യതലസ്ഥാനത്ത് കനത്ത സുരക്ഷ. നമുക്ക് വിശദമായ വാർത്തകളിലേക്ക് കടക്കുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ UAE സന്ദർശനം തുടരുകയാണ്. അബുദാബിയിലെ ആദ്യ ഹിന്ദു ക്ഷേത്രം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വിശ്വാസികൾക്കായി സമർപ്പിക്കും. പശ്ചിമേഷ്യയിലെ തന്നെ ആദ്യത്തെ പരമ്പരാഗത ഹിന്ദു ക്ഷേത്രമാണിത്. ബാബ് സിന്ധു എന്ന ക്ഷേത്രമെന്നാണ് ഇതിന്റെ പേര്. 700 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച ഈ ക്ഷേത്രം പിങ്ക് മണൽക്കല്ലിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇന്നലെ നടന്ന അഖിലൻ മോദി പരിപാടിയിൽ UAEയുമായുള്ള ഇന്ത്യയുടെ സൗഹൃദം ചരിത്രപരമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധി മനു ഭരത് ചേരുന്നുണ്ട്. മനു, നമുക്കറിയാം 2 ദിവസത്തെ സന്ദർശനത്തിനായാണ് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി UAEയിൽ എത്തിയിരിക്കുന്നത്. അതിനുശേഷം ഷെയ്ഖുമായി അവിടുത്തെ ഭരണാധികാരിയുമായി കഴിഞ്ഞ ദിവസം കൂടിക്കാഴ്ച നടത്തുന്നു. വർണ്ണാഭമായ വരവേൽപ്പായിരുന്നു നരേന്ദ്രമോദിക്ക് അവിടുത്തെ പ്രവാസി സമൂഹം നൽകുകയും ചെയ്ത. എന്തൊക്കെ കാര്യങ്ങളാണ് അതിനുശേഷം ഇവരെ ഈ പ്രവാസികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം പറയുകയും ചെയ്തത്? ഒപ്പം തന്നെ നമുക്കറിയാം വളരെ ഊഷ്മളമായ വരവേൽപ്പ് നൽകുന്നതിന് അദ്ദേഹം നന്ദി പറയുകയും ചെയ്തു. കൂടാതെ അദ്ദേഹത്തെ ബ്രദർ എന്ന രീതിയിൽ അഭിസംബോധന ചെയ്തുകൊണ്ടായിരുന്നു അദ്ദേഹം ഈ കൂടിക്കാഴ്ചയ്ക്ക് തുടക്കം കുറിക്കുകയും ചെയ്തത്. അത്തരത്തിൽ വളരെ വലിയ രീതിയിൽ ഇന്ത്യ UAE സൗഹൃദം മാറുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവ് കൂടിയല്ലേ അത്? മിഥുൻ, ഇന്നലെ പ്രധാനമന്ത്രി UAEയിലെത്തിയ നിമിഷം മുതൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായ സമയമാണ് ഇപ്പോഴുള്ളത്. ഇന്ന് UAE സന്ദർശനവും ഖത്തർ സന്ദർശനം നാളെയും കഴിയുമ്പോൾ ഇന്ത്യ മിഡിൽ ഈസ്റ്റ് ബന്ധം വലിയ തോതിൽ കൂടുതൽ ദൃഢമാകും എന്ന ഉറപ്പാണ് നമുക്ക് ലഭിക്കുന്നത്. ഇന്നലെ അൽഹാൻ മോദി എന്ന പരിപാടിയിൽ ഇന്ത്യൻ പ്രവാസി ലോകത്തെയും അതുപോലെ UAEയിലെ പൗരന്മാരുമൊക്കെ ഉൾപ്പെടുന്ന വലിയ ജനക്കൂട്ടത്തെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടെ അഭിസംബോധന ചെയ്തത്. ആദ്യം ഇന്നലെ അവിടെ എത്തിയ പ്രധാനമന്ത്രിയെ UAE പ്രസിഡന്റ് തന്നെ വിമാനത്താവളത്തിലെത്തി സ്വാഗതം ചെയ്യുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിഞ്ഞു. അതിനുശേഷം ഇരു നേതാക്കളും തമ്മിൽ നിരവധി കരാറുകൾ, പരസ്പരം ഒപ്പുവെച്ച കരാറുകൾ കൈമാറ്റം ചെയ്യുകയും ചെയ്തു. അതിനുശേഷം ആണ് ഇന്ത്യ അതുപോലെ UAE തമ്മിലുള്ള ഈ UPI ഡെബിറ്റ് കാർഡ് അവിടെ ഉപയോഗിക്കാനുള്ള സംവിധാനങ്ങൾക്ക് തുടക്കം കുറിച്ചത്. ഇന്ന് പ്രധാനമായി നടക്കുന്നത് വേൾഡ് ഗവൺമെൻറ് സമ്മിറ്റാണ്. അതായത് ലോക സർക്കാർ ഉച്ചകോടി എന്ന തരത്തിൽ അത് ഭാവി സർക്കാരുകളെ രൂപകൽപ്പന ചെയ്യുന്നതിന് എന്ന വിഷയം ആസ്പദമാക്കിയാണ് ഈ ചർച്ച നടക്കുന്നത്. ഈ ഉച്ചകോടി നടക്കുന്നത്. അതിൽ 25ഓളം രാഷ്ട്ര തലവന്മാർ പങ്കെടുക്കുന്നു. ഇന്ത്യയും ഖത്തറും തുർക്കിയും അതിൽ അതിഥികളായാണ് എത്തുന്നത്. പ്രധാനമന്ത്രി ഇന്ന് യോഗത്തെ അഭിസംബോധന ചെയ്യും. ഇന്ത്യക്ക് ലോക ജനതയ്ക്ക് മുന്നിൽ വെക്കാനുള്ള സന്ദേശം എന്ന് ഇന്ന് പ്രധാനമന്ത്രി അവർക്ക് മുന്നിൽ അവതരിപ്പിക്കും. അതിനുശേഷമാണ് ബാബ് ക്ഷേത്രം ഇതിൻ്റെ ഉദ്ഘാടനം ഉണ്ടാകുക. തുടർന്ന് പ്രധാനമന്ത്രി ഖത്തറിലേക്ക് പോകും. ഖത്തറിലെത്തി അമീർ തമീം ബിൻ അഹമ്മദ് അൽഥാനിയുമായി കൂടിക്കാഴ്ച നടത്തും. ഖത്തർ നമുക്കറിയാം കഴിഞ്ഞ ദിവസം 8 നാവികരെ അവരുടെ വധശിക്ഷ ഇളവ് ചെയ്തു കൊടുക്കുകയും അതിൽ 7 പേർ തിരിച്ചു വരികയൊക്കെ ചെയ്ത സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഖത്തറും ഇന്ത്യയുമായുള്ള ബന്ധം ശക്തിപ്പെടുന്നതിൻ്റെ ഒരു സൂചനകൾ നമുക്ക് ലഭിക്കുന്നു. മാത്രമല്ല ഖത്തർ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ വ്യാപാര സൗഹൃദം പങ്കിടുന്ന ഒരു രാജ്യമാണ്. $20 ലക്ഷം
പരസ്പര വ്യാപാരം ഇന്ത്യയും ഖത്തറും തമ്മിൽ നടക്കുന്നു എന്നതാണ് നമുക്ക് വ്യാപാര കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ മനസ്സിലാകുന്നത്. അങ്ങനെ ഇന്ത്യ യു എ ഇ എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ ഒരു സുപ്രധാനമായ ട്രേഡ് പാർട്ട്ണർ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്നതാണ്. ഇന്നലെ ഈ ജനക്കൂട്ടത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി ഈ കാര്യങ്ങളെല്ലാം പറയുകയും ചെയ്തു. കാരണം യു എ ഇ ഇന്ത്യയുടെ മൂന്നാമത്തെ ട്രേഡ് പാർട്ട്ണർ എന്ന നിലയിലാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം മറ്റു രാജ്യങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇന്ത്യയിൽ നിക്ഷേപം നടത്തുന്ന 7ാമത്തെ വലിയ രാജ്യം എന്ന തരത്തിൽ ഖത്തർ വരുന്നു. അതുപോലെ ഇന്ത്യയും 7ാമത്തെ രാജ്യം എന്ന നിലയിൽ യു എ വരുന്നു. അതുപോലെ തന്നെ ഈ ഇൻ്റഗ്രേറ്റഡ് ഫൈനാൻസ് സിസ്റ്റം എന്ന തരത്തിൽ ഇന്ത്യയും യു എയും സാമ്പത്തിക വിനിമയത്തിനുള്ള കരാറുകളിൽ നിർണായകമായ മുന്നേറ്റം നടത്തിയിരിക്കുന്നു. സാങ്കേതികമായ മികവിൽ ഒരുമിച്ച് നിൽക്കാനുള്ള ഒരു തീരുമാനമെടുത്തിരിക്കുന്നു. ഏതായാലും സമയത്തിൻ്റെ പേന കൊണ്ട് കാലത്തിൻ്റെ പുസ്തകത്തിൽ ചരിത്രം രചിക്കുകയാണ് ഇന്ത്യയും യു എയും എന്ന് ഇന്നലെ പ്രധാനമന്ത്രി വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ ജൂലൈയിൽ RBIയും അതുപോലെ തന്നെ യു എ ഇയിലെ സെൻട്രൽ ബാങ്കും ചില ധാരണകൾ MOUയിൽ ഒപ്പുവെച്ചിരുന്നു. ഇതനുസരിച്ച് ഇനി UPI ഡെബിറ്റ് കാർഡുകൾ നമുക്ക് ഖത്തറിൽ ഉപയോഗിക്കാൻ കഴിയും. നേരത്തെ ഇത് ശ്രീലങ്കയിലും മൊറീഷ്യസിലുമൊക്കെ നമ്മൾ ഇത് ഉപയോഗിച്ചിരുന്നു. അപ്പോൾ വിദേശ മാധ്യമങ്ങൾ തന്നെ ഇതിനെ സീംലെസ് ക്രോസ് ബോർഡർ ട്രാൻസാക്ഷൻ എന്ന തരത്തിൽ അതിർവരമ്പുകളില്ലാത്ത അതിർത്തികൾ കടന്നുള്ള ഒരു സാമ്പത്തിക മുന്നേറ്റത്തിനാണ് ഇന്ത്യയും യു എയും തയ്യാറെടുക്കുന്നത് എന്നുകൂടി വ്യക്തമാവുകയാണ്. അതുപോലെ ഖത്തറിലും നമുക്ക് ഈ LNG ദീർഘകാലം അവിടെ നിന്ന് വാങ്ങിക്കാനുള്ള കരാറിലേക്ക് ഇന്ത്യ ഉണ്ട്. അങ്ങനെ ഈ വ്യാപാരത്തെ സംബന്ധിച്ച്, അതുപോലെ സുരക്ഷാ സംവിധാനത്തെ സംബന്ധിച്ച്, വിദ്യാഭ്യാസ മേഖല, അങ്ങനെ ഒട്ടനവധി മേഖലകളിൽ പരസ്പര സഹവർത്തിത്വവും സഹകരണവും ഉറപ്പാക്കുന്ന ഒരു നീക്കമാണ് ഈ പ്രധാനമന്ത്രിയുടെ ഈ സന്ദർശനം കൊണ്ട് വഴിതെളിഞ്ഞിരിക്കുന്നത് എന്ന് വ്യക്തമാണ്. മാത്രമല്ല, ഈ മിഥുൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രധാനമന്ത്രി അവിടുത്തെ പ്രസിഡന്റിനെ ഹിസ് ഹൈനസ് എന്നാണ് യു എ ഇ പ്രസിഡന്റിനെ അഭിസംബോധന ചെയ്തത്. ഈ ബ്രദർ എന്നാണ് അഭിസംബോധന ചെയ്തത്. സാധാരണ ഈ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനെ ഹിസ് ഹൈനസ് എന്ന മറ്റു രാഷ്ട്രത്തലവന്മാർ അഭിസംബോധന ചെയ്യുന്ന രീതിയിൽ നിന്ന് വ്യത്യസ്തമായി സഹോദരൻ എന്ന് വിളിക്കുന്നു. ആ ഒരു അടുപ്പം അദ്ദേഹം കാണിക്കുന്നു. മാത്രവുമല്ല, ഈ വൈബ്രന്റ് ഗുജറാത്ത് ഉച്ചകോടിക്ക് അദ്ദേഹം വന്നതിനെക്കുറിച്ച് പ്രധാനമന്ത്രി പറയുകയും ചെയ്തു. അങ്ങനെ കഴിഞ്ഞ കുറച്ച് കാലങ്ങൾ കൊണ്ട് ഒട്ടനവധി കൂടിക്കാഴ്ചകൾ നടത്താൻ പ്രധാനമന്ത്രിക്ക് ഈ യു എ ഇ പ്രസിഡന്റുമായി കൂടിക്കാഴ്ചകൾ നടത്താൻ കഴിഞ്ഞു. ഇത് ഒരു ദൃഢമായ ഒരു സൗഹൃദ ബന്ധത്തിൻ്റെ സൂചനയാണ് എന്ന് കൂടി പ്രധാനമന്ത്രി പറഞ്ഞു വയ്ക്കുന്നു. ഇനി മറ്റൊരു പ്രധാന കാര്യം ഈ ബാബ് ക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനം ആണ്. പ്രധാനമന്ത്രി അത് ഇന്ന് നിർവഹിക്കും. ബാബ് ക്ഷേത്രം നമുക്കറിയാം, ഈ ബോച്ച സൻവാസി ശ്രീ അക്ഷർ പുരുഷോത്തം സംസ്ഥയുടെ ഒരു ക്ഷേത്രമെന്ന നിലയിൽ ഒട്ടനവധി സവിശേഷതകൾ ഈ ക്ഷേത്രത്തിന് ഉണ്ട്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം 27 ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന ഇന്ത്യൻ സംസ്കാരം യു എ ഇക്ക് മധ്യേഷ്യയ്ക്കൊക്കെ നൽകുന്ന ഒരു ക്ഷേത്രം കൂടിയായിരിക്കും ഈ ബാബ്സ് മന്ദിർ എന്ന് വ്യക്തമാണ്. ഈ ബാബ്സ് മന്ദിറിൻ്റെ ഒരു പ്രധാന സവിശേഷത, അത് ഒരു മുസ്ലിം രാജാവ് നൽകിയ ഭൂമിയിൽ ഒരു ഹിന്ദു മന്ദിരം വരുന്നു. അതിൻ്റെ ലീഡ് ആർക്കിടെക്റ്റ് എന്നത് ഒരു കാത്തലിക് ക്രിസ്ത്യനാണ്. പ്രോജക്റ്റ് മാനേജർ ഒരു സിഖാണ്. അതുപോലെ തന്നെ അതിൻ്റെ ഫൗണ്ടേഷണൽ ഡിസൈൻ നിർവഹിച്ചിരിക്കുന്നത് ബുദ്ധമതത്തിൽപ്പെട്ട ഒരു വ്യക്തിയാണ്. അതിൻ്റെ കൺസ്ട്രക്ഷൻ കമ്പനി എന്നത് ഒരു പാഴ്സി ഗ്രൂപ്പാണ്. ഡയറക്ടർമാർ ജെയിൻ സംസ്കാരത്തിൽ ഉൾക്കൊള്ളുന്നവരാണ്. അങ്ങനെ ഇത് ഒരു ഹിന്ദു ക്ഷേത്രമെന്നതിനുപരി ഭാരതീയ ദർശനങ്ങളുടെ ഒരു സ്ഥിര കേന്ദ്ര മിഡിൽ ഈസ്റ്റിൽ എന്ന തരത്തിലായിരിക്കും ഈ ക്ഷേത്രം അറിയപ്പെടുക. മാത്രവുമല്ല, ഒട്ടനവധി നിർമ്മാണ സവിശേഷതകൾ കൂടി ഉണ്ട്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം 3.5 ദശലക്ഷം പ്രവാസികൾ ഉള്ള ഒരു ഇടമെന്ന നിലയിൽ ഈ സൗഹൃദ ബന്ധങ്ങൾ ഇന്ത്യക്ക് വലിയ തോതിൽ തീർച്ചയായും മനു അത് തന്നെയാണ്. അതായത് നമുക്കറിയാം, യു എയിലെ മൊത്തം ജനസംഖ്യ എടുത്തു നോക്കുമ്പോൾ അതിൽ 35% ഇന്ത്യയിൽ നിന്നുള്ള പ്രവാസികളാണ് എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഒരു വേളയിൽ അദ്ദേഹത്തിന്റെ ഒരു യു എ സന്ദർശനം അത് വലിയ രീതിയിൽ ഒരു ആത്മവിശ്വാസം നൽകുകയും ചെയ്തു. കാരണം കഴിഞ്ഞ ദിവസം അദ്ദേഹം അവിടെ നടത്തിയ അവിടുത്തെ പ്രവാസി സമൂഹത്തെ അഭിസംബോധന ചെയ്ത് പറയുമ്പോഴും 2047 ഇന്ത്യ വികസിത രാജ്യമാകും, അതിനു മുമ്പ് തന്നെ 3ാമത്തെ സാമ്പത്തിക ശക്തിയായി മാറും, ഇത് മോദിയുടെ ഉറപ്പാണ്, അടുത്ത തവണയും താൻ തന്നെ അധികാരത്തിലുണ്ടാകും, പ്രധാനമന്ത്രിയാകുമെന്നുള്ളൊരു ആത്മവിശ്വാസം അദ്ദേഹം അവിടെയും പ്രകടിപ്പിക്കുന്നുണ്ട്. അതെ,
മിഥുൻ സൂചിപ്പിച്ചത് വളരെ ശരിയാണ്. കാരണം ഇന്ത്യൻ പാർലമെന്റിൽ പ്രധാനമന്ത്രി ആദ്യം ഇത് നമ്മുടെ റെഡ് ഫോർട്ടിലാണ് പ്രധാനമന്ത്രി താൻ മൂന്നാമതും മടങ്ങി വരും എന്ന തരത്തിലുള്ള ഒരു ആത്മവിശ്വാസം ഉൾക്കൊള്ളുന്ന ഒരു പ്രസംഗം കണ്ടത്. പിന്നീട് അത് പാർലമെന്റിൽ മോദി കാ ഗ്യാരണ്ടി എന്ന തരത്തിൽ അദ്ദേഹം പറഞ്ഞു. ഇന്നലെയും ഈ ഇന്ത്യൻ ഡയാസ്പറയെ, അതായത് പ്രവാസ ലോകത്തെ അവിടെ അഭിസംബോധന ചെയ്ത പ്രധാനമന്ത്രി താൻ മൂന്നാമതും വരും എന്നത് ഒരു വളരെ ആത്മവിശ്വാസത്തോടു കൂടി പറയുന്നത് നമുക്ക് കേൾക്കാൻ കഴിഞ്ഞു. മാത്രവുമല്ല, ഈ ഗ്യാരണ്ടികൾ, മോദി കാ ഗ്യാരണ്ടി എന്ന പ്രയോഗം അദ്ദേഹം കൂടുതൽ അടിവരയിട്ട് പറയുന്നു. ഈ ഗ്യാരണ്ടികൾ നടപ്പാക്കും എന്നതാണ് മോദിയുടെ അടുത്ത ഗ്യാരണ്ടി എന്നുകൂടി അദ്ദേഹം പറയുന്നു. മാത്രവുമല്ല, ഇന്ത്യയുടെ നേട്ടങ്ങൾ, ഒരു തെരഞ്ഞെടുപ്പ് വരുന്ന മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ഇന്ത്യയുടെ കഴിഞ്ഞ കാലങ്ങളിലുണ്ടായ നേട്ടങ്ങളെക്കുറിച്ച് പ്രധാനമന്ത്രി അവിടെ എടുത്തു പറയുന്നു. പ്രത്യേകിച്ച് ഇൻ്റർനെറ്റ് ഉപഭോക്താക്കളിൽ ഏറ്റവും കൂടുതലുള്ള രാജ്യങ്ങളിൽ രണ്ടാമത് ഇന്ത്യ നിൽക്കുന്നു. അതുപോലെ ഈ മൊബൈൽ മാനുഫാക്ചറിംഗ് രംഗത്ത് ഇന്ത്യ രണ്ടാം സ്ഥാനത്താണ്. അതുപോലെ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റങ്ങളുടെ കാര്യത്തിൽ ലോകത്ത് മൂന്നാം സ്ഥാനത്താണ്. ചന്ദ്രനിലേക്കുള്ള നമ്മുടെ ദൗത്യം വിജയിച്ചിരിക്കുന്നു. സൗത്ത് പോളിൽ നമുക്ക് ഇന്ത്യൻ പതാക പറപ്പിക്കാൻ കഴിഞ്ഞു എന്ന് പ്രധാനമന്ത്രി ഓർമ്മിപ്പിക്കുന്നു. അതുപോലെ 11ാം സ്ഥാനത്തിരുന്ന ഇന്ത്യയുടെ GDP ഇനി ലോകരംഗത്ത് 3ാം സ്ഥാനത്തേക്ക്, അപ്പം 3ാമത്തെ ലോകത്തെ സാമ്പത്തിക ശക്തിയായി ഇന്ത്യ മാറുന്നു എന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കുന്നു. ഇത് തേർഡ് ടേം തൻ്റെ ഗ്യാരണ്ടിയാണ് എന്ന്, ഗ്യാരണ്ടികൾ നിറവേറ്റും എന്ന ഒരു ഗ്യാരണ്ടിയാണ് തനിക്ക് നൽകാനുള്ളത് എന്ന് പ്രധാനമന്ത്രി പറയുന്നു. ഒപ്പം തന്നെ ഇന്ത്യയിൽ നടത്തിയിട്ടുള്ള മറ്റ് പ്രവർത്തനങ്ങളെ സംബന്ധിച്ചും പ്രധാനമന്ത്രി ഇന്നലെ അവിടെ വ്യക്തമാക്കി. 4 കോടി കുടുംബങ്ങൾക്ക് വീട് നൽകാൻ തൻ്റെ സർക്കാരിന് കഴിഞ്ഞു എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. 10 കോടി കുടുംബങ്ങളിലേക്ക് ശുദ്ധജലം എത്തിക്കുന്ന പൈപ്പ് കണക്ഷൻ ഉണ്ടായി. 50 കോടി ജനങ്ങളെ ബാങ്കിംഗ് സംവിധാനവുമായി എത്തിച്ചു. അതുപോലെ 5 ലക്ഷം വരെയുള്ള സൗജന്യ ഇൻഷുറൻസും 50 കോടിയിലധികം ആളുകളിലേക്ക് എത്തിയിരിക്കുന്നു. ആയുഷ്മാൻ ആരോഗ്യ യോജന എന്ന പദ്ധതി, അത് 1,50,000-ത്തിലധികം ഇത്തരം യോജനയ്ക്ക് വേണ്ടിയുള്ള കേന്ദ്രങ്ങൾ അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. റെയിൽവേ സ്റ്റേഷനുകൾ, അതുപോലെ മെഗാ ഇൻഫ്രാസ്ട്രക്ചറുകൾ തുടങ്ങി ഒട്ടനവധി കാര്യങ്ങളിൽ ഇന്ത്യ മുന്നേറുന്നു. G20 ഉച്ചകോടിയുടെ വിജയത്തെക്കുറിച്ച് അദ്ദേഹം പ്രതിപാദിച്ചു. മാത്രവുമല്ല, ലോകത്ത് എവിടെ പ്രശ്നങ്ങൾ നടക്കുമ്പോഴും അവിടെ ഓടിയെത്തുന്ന രാജ്യങ്ങളിലൊന്നായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ഇന്ത്യ എന്ന് അദ്ദേഹം പറയുന്നു. ആ യുദ്ധം നടക്കുന്ന യുക്രൈനിലാകട്ടെ, അതുപോലെ മറ്റ് പ്രശ്നങ്ങൾ നടക്കുന്ന എവിടെയായാലും അവിടേക്ക് ഓടിയെത്താൻ ഇന്ത്യക്ക് കഴിയുന്നു. മാത്രവുമല്ല, വിദ്യാഭ്യാസ മേഖലയിൽ വലിയ സഹകരണം ഇന്ത്യ UAE-യുമായി നടത്തും എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. ദുബായിൽ CBSE ഓഫീസുകൾ വരും എന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. അതുപോലെ IIT ക്യാമ്പസിനെ സംബന്ധിച്ചും ഒക്കെ അദ്ദേഹം പറയുകയും ചെയ്തു. അപ്പോൾ അതോടൊപ്പം തന്നെ ഈ അബുദാബിയിലെ ക്ഷേത്രത്തിന് ഒരു ചരിത്ര സമയത്തിലാണത് വരുന്നത് എന്നുകൂടി അദ്ദേഹം ഓർമ്മിപ്പിക്കുകയാണ്. മാത്രമല്ല, UAE കഴിഞ്ഞ 2019 അദ്ദേഹത്തിന് ഒരു വലിയ സിവിലിയൻ പുരസ്കാരം ഓർഡർ ഓഫ് സയ്യിദ് 2019 അദ്ദേഹത്തിന് നൽകി. അത് ഒരു വലിയ ആദരവാണ്. അത് പ്രധാനമന്ത്രി എന്ന നിലയിൽ മാത്രമല്ല, രാജ്യത്തിന് മൊത്തം കിട്ടിയ ഒരു ആദരവാണ് എന്ന് അദ്ദേഹം പറയുന്നു. 140 കോടി ഇന്ത്യക്കാരുടെ സന്ദേശവുമായാണ് താൻ UAE-യിൽ എത്തിയിട്ടുള്ളത്. അവർ ഇന്ത്യക്കാരെല്ലാം പ്രവാസികളെ ഓർത്ത് അഭിമാനിക്കുന്നു എന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. പല ഭാഷകൾ അദ്ദേഹം ഇന്നലെ ഉപയോഗിച്ചു. മലയാളവും തമിഴും തെലുങ്കിലും കന്നഡയിലുമൊക്കെ അദ്ദേഹം ഈ ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം പ്രവാസികൾ എന്നത് അവരുടെ അഭിമാനമാണ് എന്ന് വ്യക്തമാക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് അദ്ദേഹം വിവിധ ഭാഷകളിൽ നൽകി. അദ്ദേഹം അറബിയിൽ സംസാരിച്ചു. അങ്ങനെ ആ മുഴുവൻ ജനക്കൂട്ടത്തെയും ജനാവലിയെയും കയ്യിലെടുക്കുന്ന തരത്തിലുള്ള ഒരു പ്രസംഗമാണ് പ്രധാനമന്ത്രി ഇന്നലെ നടത്തുകയും ചെയ്തത്. അതോടൊപ്പം തന്നെ ഇനി വരാനിരിക്കുന്ന നിമിഷങ്ങൾ കൂടി ഏറ്റവും നിർണായകമാണ്. പ്രത്യേകിച്ച് ഈ വേൾഡ് ഗവൺമെൻറ് ഉച്ചകോടി ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വിദേശ രാജ്യങ്ങൾക്ക് മുന്നിൽ, പ്രത്യേകിച്ച് 25ഓളം രാഷ്ട്രത്തലവന്മാർ പങ്കെടുക്കുന്ന 23ഓളം മിനിസ്റ്റീരിയൽ റൗണ്ട് ടേബിളുകൾ നടക്കുന്ന ഒരു വേദിയിൽ ഇന്ത്യക്ക് പറയാനുള്ളത് എന്ത് എന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കും. ഏതാണ്ട് ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നുള്ള പ്രമുഖരായ 200ഓളം വിശിഷ്ട വ്യക്തികൾ അവിടെ അവരുടെ പ്രസ്താവനകൾ നടത്തുന്ന
ഒരു രംഗം കൂടിയാണ് ഈ വേൾഡ് ഗവൺമെൻറ്റൽ സമ്മിറ്റ്. ഭാവി സർക്കാരുകൾ എങ്ങനെ രൂപപ്പെടുത്തണം എന്നതിനെ സംബന്ധിച്ചുള്ള വിഷയമാണ് ലോക രാജ്യങ്ങൾ ഈ സമ്മിറ്റിലൂടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ഇന്ത്യയുടെ കാഴ്ചപ്പാട് പ്രധാനമന്ത്രി വ്യക്തമാക്കുകയും ചെയ്യും. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായ നിമിഷങ്ങളിലേക്കാണ് നമ്മൾ കടക്കുന്നത്. തീർച്ചയായും മനു, അതോടൊപ്പം തന്നെ ഇന്നത്തെ പ്രധാനമന്ത്രിയുടെ സന്ദർശനം തുടരുക തന്നെയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആദ്യത്തെ പരമ്പരാഗത പശ്ചിമേഷ്യയിലെ തന്നെ ആദ്യത്തെ പരമ്പരാഗത ഹിന്ദു ക്ഷേത്രം എന്ന പ്രത്യേകതയുള്ള ബാബ്സ് മന്ദിർ വിശ്വാസികൾക്കായി സമർപ്പിക്കുക എന്നുള്ളത് തന്നെയാണ്. മറ്റേതൊക്കെ പരിപാടികളിലാണ് ഇന്ന് പ്രധാനമന്ത്രി പങ്കെടുക്കുന്നത്? ഒപ്പം തന്നെ വൈകിട്ട് ഖത്തറിലേക്ക് തിരിക്കുമെന്ന് അറിയുന്നു. അവിടെ ഏതൊക്കെ പരിപാടികളിലേക്കാണ് അദ്ദേഹം പങ്കെടുക്കുക? ഇന്ന് ഈ പ്രധാനമായും ഈ വേൾഡ് ഗവൺമെൻറ് സമ്മിറ്റിലായിരിക്കും പ്രധാനമന്ത്രി പങ്കെടുക്കുക. അതിനുശേഷമായിരിക്കും ഈ ക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനത്തിന് അദ്ദേഹം എത്തുക. തുടർന്നായിരിക്കും ഖത്തറിലേക്ക് പ്രധാനമന്ത്രി തിരിക്കുക. ഖത്തർ അമീറുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ ഖത്തർ ബന്ധം എക്കാലത്തെക്കാളും ശക്തമായി നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ഉള്ളത്. ഖത്തറിലേക്ക് ഇത് രണ്ടാമത്തെ തവണയാണ് പ്രധാനമന്ത്രി അങ്ങോട്ടേക്ക് യാത്ര തിരിക്കുന്നത്. ഇത് നേരത്തെ തന്നെ നമുക്കറിയാം, അവിടെ ഈ മുൻ നാവിക ഉദ്യോഗസ്ഥരുടെ കേസുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പ്രധാനമന്ത്രി നടത്തിയിരുന്നു. അത് വിജയം കണ്ടതിൻ്റെ ഒരു ആത്മവിശ്വാസം കൂടി ഇന്ത്യക്കുണ്ട്. 7 പേരെ അവിടെ നിന്ന് പൂർണ്ണമായും മോചിപ്പിക്കാൻ ഭാരത സർക്കാരിന് കഴിഞ്ഞു എന്നതും, അതും വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ആളുകളെ മോചിപ്പിക്കാൻ കഴിഞ്ഞു എന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു നേട്ടമാണ്. ഒപ്പം ഈ വ്യാപാര ബന്ധങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ UAE-യുമായിട്ടാണെങ്കിൽ ഏതാണ്ട് 85 ദശലക്ഷം ഡോളറിൻ്റെ വ്യാപാരമാണ് ഇന്ത്യയും UAE-യും നടക്കുന്നത്. അതേപോലെ ഖത്തറാകട്ടെ 20 ദശലക്ഷം ഡോളറിൻ്റെ വ്യാപാരം ആണ്. അത് 85 ബില്യൺ. ഖത്തറുമായാണെങ്കിൽ 20 ബില്യൺ ഡോളറിൻ്റെ വ്യാപാരമാണ് നടക്കുന്നത്. അപ്പോൾ അത്രയും ഭീമമായ ഒരു വ്യാവസായിക പൊട്ടൻഷ്യലാണ് ഇന്ത്യ തുറന്നു വയ്ക്കുന്നത്. നേരത്തെ നമുക്കറിയാം, ഈ ഇന്ത്യ മിഡിൽ ഈസ്റ്റ് എക്കണോമിക് കോറിഡോറിനെ സംബന്ധിച്ചുള്ള ചർച്ചകൾ G20-യിൽ നടന്നിരുന്നു. അത് ഫലവത്താകേണ്ട ഒരു ആവശ്യം കൂടി ഇന്ത്യക്കുണ്ട്. കാരണം ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ വിദേശത്തേക്ക് എത്തുന്നതിന് ഇത്തരം കണക്ടിവിറ്റി പോയിന്റുകൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ്. അപ്പോൾ ആ നിലയ്ക്കുള്ള ഒരു നീക്കം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ഉറ്റുനോക്കുന്നത്. നേരത്തെ ഈ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും സെൻട്രൽ ബാങ്ക് ഓഫ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സും ചേർന്നൊരു MOU സൈൻ ചെയ്തിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ഇപ്പോൾ ഈ UPI സേവനം അവിടെ കൂടി ലഭ്യമാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വ്യാപാര വാണിജ്യ മേഖലകളിൽ ശക്തമായ ഒരു ബന്ധം വരുന്നു. ഒപ്പം തന്നെ സാംസ്കാരിക മേഖലയിലും കനത്ത ഒരു കൂട്ടായ്മ ആയി ഇന്ത്യയും അതുപോലെ തന്നെ UAE-യും മാറുന്നു. ഖത്തർ ആകട്ടെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു മേജർ എനർജി സപ്ലയർ എന്ന തരത്തിലാണ് ഇന്ത്യ എന്ന ഖത്തറിനെ കാണുന്നത്. 8 ലക്ഷത്തോളം ഇന്ത്യക്കാർ അവിടെ ജോലി ചെയ്യുന്നു, പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഒരു പ്രധാന റെമിറ്റൻസിനൊരു മാർഗം, അതായത് പ്രവാസികളുടെ ഒരു സമ്പാദ്യം ഇന്ത്യയിലേക്ക് വരുമ്പോൾ അത് ഇന്ത്യൻ സാമ്പത്തിക വ്യവസ്ഥയെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു മുതൽക്കൂട്ടാണ്. അങ്ങനെ ഇന്ത്യ ഖത്തർ ബന്ധം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി വളരെ ദൃഢമായി തന്നെ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്നതുകൂടി ഇവിടെ ശ്രദ്ധേയമാണ്. ഏതായാലും ഈ സന്ദർശനം മിഡിൽ ഈസ്റ്റ് ബന്ധം, പ്രത്യേകിച്ച് ചൈന ഇന്ത്യക്ക് ഒരു വെല്ലുവിളിയായി മറുവശത്ത് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇന്ത്യ മിഡിൽ ഈസ്റ്റ് ബന്ധം, അതുവഴി ഇന്ത്യ യൂറോപ്പിലേക്ക് കണക്ടിവിറ്റി, അത്തരം എല്ലാ കാര്യങ്ങളിലും ഒരു മുന്നേറ്റം കുറിക്കാൻ നമുക്ക് കഴിയുന്നു എന്നതാണ് ഇവിടെ ശ്രദ്ധേയം. ശരി, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ UAE സന്ദർശനം തുടരുകയാണ്. ബാബ്സ് മന്ദിരത്തിന്റെ ഉദ്ഘാടനം ആണ് ഇന്നത്തെ പ്രധാനപ്പെട്ട പരിപാടി. എന്തായാലും ഇന്ന് വൈകിട്ടേക്ക് അദ്ദേഹം ഖത്തറിലേക്ക് തിരിക്കുകയും ചെയ്യും. വിവരങ്ങൾ നൽകുകയായിരുന്നു ന്യൂസ് ഡെസ്കിൽ നിന്ന് മനു ഭരത്. മറ്റു വാർത്തകൾ നോക്കാം. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി ദേശീയ തെരഞ്ഞെടുപ്പ് കമ്മീഷനിലെ ഡെപ്യൂട്ടി ഇലക്ഷൻ കമ്മീഷണർ അജയ് ബദു ഇന്ന് സംസ്ഥാനത്ത് സന്ദർശനം നടത്തും. ഉച്ചയ്ക്ക് 12 മണി മുതൽ 1 മണി വരെ ചീഫ് ഇലക്ടറൽ ഓഫീസർ സഞ്ജയ് കൗളുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. തുടർന്ന് പോലീസ് ഉന്നതാധികാരികളുമായും ഒപ്പം തന്നെ ജില്ലാ കളക്ടർമാരുമായും ജില്ലാ പോലീസ് മേധാവികളുമായും അദ്ദേഹം അവലോകന യോഗത്തിലും പങ്കെടുക്കും.
ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സീറ്റ് വിഭജനം ചർച്ച ചെയ്യുന്നതിനുള്ള UDF നിർണായക യോഗം ഇന്ന് ചേരും. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് കോട്ടയം സീറ്റ് ലഭിക്കുമെന്ന കാര്യം ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു. അതേസമയം 3ാം സീറ്റ് വേണമെന്ന ആവശ്യത്തിൽ ലീഗ് നേതൃത്വം ഉറച്ചു നിൽക്കുകയാണ്. ഇന്നത്തെ യോഗത്തിൽ ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമുണ്ടാകും. കണ്ണൂർ ഒഴികെയുള്ള മണ്ഡലങ്ങളിൽ സിറ്റിംഗ് എംപിമാർ തന്നെ മത്സരിക്കണമെന്ന പൊതുവികാരമാണ് കോൺഗ്രസ് നേതൃത്വത്തിൻ്റേത് എന്നാണ് മനസ്സിലാക്കുന്നത്. കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ ഹൈക്കമാൻഡാകും അന്തിമ തീരുമാനമെടുക്കുക. നിയമസഭാ സമ്മേളനം നടക്കുന്നതിനാൽ വൈകുന്നേരമാകും കന്റോൺമെന്റ് ഹൗസിൽ UDF യോഗം ചേരുക. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം സ്ഥാനാർത്ഥിയെ നാളെ പ്രഖ്യാപിച്ചേക്കും. സീറ്റുമായി ബന്ധപ്പെട്ട് ഇന്ന് നടക്കുന്ന UDF ചർച്ചയിൽ തീരുമാനമുണ്ടായാൽ നാളെ തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാനാണ് ജോസഫ് ഗ്രൂപ്പിന്റെ തീരുമാനം. ഫ്രാൻസിസ് ജോർജിനെ കോട്ടയത്ത് സ്ഥാനാർത്ഥിയാക്കാനാണ് ജോസഫ് ഗ്രൂപ്പിൽ ധാരണയായത്. PJ ജോസഫ് കോട്ടയത്ത് വാർത്താസമ്മേളനം നടത്തിയാകും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുക. ഫ്രാൻസിസ് ജോർജ് കൂടി രംഗത്തെത്തുന്നതോടെ കോട്ടയത്ത് തെരഞ്ഞെടുപ്പ് ചിത്രം ഏതാണ്ട് വ്യക്തമാകും. തുഷാർ വെള്ളാപ്പള്ളി BDJ സ്ഥാനാർത്ഥിയാകും എന്നാണ് സൂചന. മഹാരാഷ്ട്രയിലേക്ക് പോകുമ്പോൾ കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കി മുതിർന്ന കോൺഗ്രസ് നേതാവ് അശോക് ചവാൻ പാർട്ടി വിട്ടതിന് പിന്നാലെ പാർട്ടിയിലെ 15ഓളം MLA മാരും പാർട്ടി വിടാൻ ഒരുങ്ങുന്നു എന്ന് റിപ്പോർട്ടുകളാണ് ഈ ഒരു ഘട്ടത്തിൽ പുറത്തുവരുന്നത്. യുവനേതാവ് വിശ്വജിത് കദം, അസ്ലം ഷെയ്ഖ്, അമീൻ പട്ടേൽ, സഞ്ജയ് നിരൂപം തുടങ്ങി 15ഓളം കോൺഗ്രസ് MLA മാർ പാർട്ടി വിട്ടേക്കുമെന്നാണ് റിപ്പോർട്ടുകളുള്ളത്. പാർട്ടി വിടുന്നവർ BJP-യിൽ പ്രവേശനം നേടുമെന്നാണ് വിവരം. അസാധാരണ സാഹചര്യം കണക്കിലെടുത്ത് വിഷയം പരിഹരിക്കാൻ സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള കോൺഗ്രസ് നേതാവ് കൂടിയായിട്ടുള്ള രമേശ് ചെന്നിത്തല മുംബൈയിൽ അടിയന്തര യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട്. വിവിധ വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടി കർഷകർ പ്രഖ്യാപിച്ച ഡൽഹി ചലോ മാർച്ച് തുടരുന്നു. കർഷകരെ അണുനയിപ്പിക്കാൻ കേന്ദ്രമന്ത്രിമാർ ഇന്നും ചർച്ച നടത്തും. കർഷക സംഘടനാ പ്രതിനിധികളുമായി വൈകിട്ട് ഹരിയാനയിൽ വെച്ചാണ് ചർച്ച. അതേസമയം പഞ്ചാബിലും ഹരിയാനയിലുമായി 2500-ലധികം ട്രാക്ടറുകൾ മാർച്ചിനായി അണിനിരത്തിയിട്ടുണ്ട് എന്നാണ് വ്യക്തമാകുന്നത്. എന്നാൽ പ്രതിഷേധം ഡൽഹിയിലേക്ക് കടക്കാതിരിക്കാൻ കനത്ത സുരക്ഷയാണ് രാജ്യതലസ്ഥാനത്ത് പോലീസ് ഒരുക്കിയിരിക്കുന്നത്. സംസ്ഥാനത്തിന്റെ കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ച പ്രശ്നത്തിൽ കേന്ദ്രവുമായുള്ള സംസ്ഥാനത്തിന്റെ ചർച്ച നാളെ. സുപ്രീം കോടതി നിർദ്ദേശമനുസരിച്ചാണ് ചർച്ച. കേരളം നിയോഗിച്ച സംഘം ഇന്ന് ഡൽഹിയിലെത്തും. 4-അംഗ പ്രതിനിധി സംഘമായിരിക്കും സംസ്ഥാന സർക്കാരിനായി ചർച്ചകളിൽ പങ്കെടുക്കുക. ധനമന്ത്രി KN ബാലഗോപാൽ നേതൃത്വം നൽകുന്ന സംഘത്തിൽ മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി KM എബ്രഹാം, ധനകാര്യ പ്രിൻസിപ്പൽ സെക്രട്ടറി രവീന്ദ്രകുമാർ അഗർവാൾ, അഡ്വക്കേറ്റ് ജനറൽ K ഗോപാലകൃഷ്ണക്കുറുപ്പ് എന്നിവരും ഉണ്ടാകും. ചർച്ചയിലെ തീരുമാനങ്ങൾ തിങ്കളാഴ്ച അറിയിക്കാനാണ് സുപ്രീം കോടതി ആവശ്യപ്പെട്ടത്. ധനമന്ത്രി KN ബാലഗോപാൽ നേതൃത്വം നൽകുന്ന 4-അംഗ പ്രതിനിധി സംഘമാണ് ചർച്ചകളിൽ പങ്കെടുക്കുക. നിയമസഭയിൽ ബജറ്റ് ചർച്ച ഇന്ന് അവസാനിക്കും. ഭക്ഷ്യവകുപ്പ് ഉൾപ്പെടെ പരാതിയുള്ള വകുപ്പുകൾക്ക് കൂടുതൽ തുക അനുവദിച്ചേക്കും. മലയോര മേഖലയിൽ വന്യജീവി ആക്രമണം തടയാൻ നിയമ ഭേദഗതി വേണമെന്ന് കേന്ദ്രത്തോട് അഭ്യർത്ഥിക്കുന്ന പ്രമേയം നിയമസഭ പാസാക്കും. ചട്ടം 118 പ്രകാരം വനമന്ത്രി AK ശശീന്ദ്രനാണ് പ്രമേയം അവതരിപ്പിക്കുന്നത്. കാർഷിക മേഖലയിലെ പ്രതിസന്ധി പ്രതിപക്ഷം അടിയന്തര പ്രമേയ നോട്ടീസായി സഭയിൽ കൊണ്ടുവരും. വയനാട് പയ്യമ്പള്ളിയിൽ മധ്യവയസ്കനെ കൊലപ്പെടുത്തിയ കാട്ടാന വേലൂർ മക്നയെ പിടികൂടാനുള്ള ദൗത്യം 4ാം ദിനത്തിലും തുടരുന്നു. റേഡിയോ കോളറിൽ നിന്ന് സിഗ്നൽ കിട്ടുന്ന മുറയ്ക്ക് ആനയെ തേടി നീങ്ങാനാണ് ദൗത്യസംഘത്തിന്റെ തീരുമാനം. ഇന്നലെ രാത്രി ആന കർണാടക കാടുകൾക്ക് അടുത്തെത്തിയെങ്കിലും തിരികെ കേരള കാടുകളിലേക്ക് തന്നെ നീങ്ങുകയായിരുന്നു. വിവിധ സംഘങ്ങൾ തിരിഞ്ഞാണ് വനംവകുപ്പ് ആനയ്ക്കായുള്ള ദൗത്യം തുടരുന്നത്. ദൗത്യം നീളുന്നതിൽ നാട്ടുകാർ വളരെ രോക്ഷത്തിലാണ്. നിലമ്പൂർ വനമേഖല കൃഷിക്ക് ഭീഷണിയായി കാട്ടാനകളും കാട്ടുപന്നികളും. നമ്പൂരിപ്പൊട്ടി മതിൽമൂല മേഖലയിലാണ് വന്യജീവികൾ വ്യാപകമായി കൃഷി നശിപ്പിച്ചത്. കർഷകരുടെ പ്രശ്നങ്ങളിൽ അധികൃതർ ഇടപെടുന്നില്ല എന്നുള്ള പരാതിയും വ്യാപകമാണ്. മികച്ച കർഷകനുള്ള സംസ്ഥാന സർക്കാരിന്റെ പുരസ്കാരം നേടിയ നാലകത്ത് സിദ്ദിഖിന്റെ 100ഓളം വാഴകളും തെങ്ങ്, കവുങ്ങ് കൃഷികളുമാണ് ആനയും പന്നികളും നശിപ്പിച്ചത്. കൃഷിയിടത്തിന്റെ 2 ഭാഗങ്ങളിലായി ഓരോ സമയവും കാട്ടാനകളും കാട്ടുപന്നികളും ചേർന്ന് വ്യാപകമായി കൃഷി നശിപ്പിച്ചതെന്ന് നാലകത്ത് സിദ്ദിഖ് പറഞ്ഞു. കൃഷിയിടത്തിൽ ജലസേചനത്തിനായി സ്ഥാപിച്ചിരുന്ന പൈപ്പുകളും കാട്ടാനകൾ ചവിട്ടി നശിപ്പിച്ചു. രാവിലെ വന്ന് വെള്ളമടിക്കാൻ തുടങ്ങി. കൃഷിയിടത്തേക്ക് ഇറങ്ങിയപ്പോൾ എന്താണ്, ആന ഒരു ഭാഗം മൊത്തം നശിപ്പിച്ചു. പിന്നെ ഇതൊക്കെ ഞാൻ ലക്ഷങ്ങൾ മുടക്കിൻ്റെ സ്വന്തം പൈസ കൊടുത്ത് മുടക്കിയെടുത്ത പൈപ്പുകളാണ്. അതായത് ഈ 6 ഏക്കറിലും ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ എന്താ ചെയ്യുക? ഇതിനൊക്കെ ഒരു പരിഹാരമില്ലാതെ എന്താണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നോ ഫോറസ്റ്റിൻ്റെ ഭാഗത്തുനിന്നോ ഇല്ല. ഒരാഴ്ചയിലധികമായി ഇവിടെ ആന വിളയാടാൻ പലരുടെയും ഞങ്ങൾ തന്നെ നെല്ല് മയിലാടി നശിപ്പിച്ചു. അത് കുറേ പേരോട് പറഞ്ഞു. എന്തും നടക്കാത്തൊരു കാര്യം ഇത്. അല്ലെങ്കിൽ ഇവരെ ഒഴിവാട്ടെ, നമ്മൾ പറഞ്ഞു വെച്ചേരാണ്. കഴിഞ്ഞ 3 ദിവസമായി കാട്ടാനകൾ ഈ മേഖലയിൽ വ്യാപകമായി കൃഷി നശിപ്പിക്കുകയാണ്. വനപാലകരോ ജനപ്രതിനിധികളോ തിരിഞ്ഞു നോക്കുന്നില്ലെന്നും കർഷകർക്ക് ആക്ഷേപമുണ്ട്. പുലർച്ചെ വന്യമൃഗങ്ങൾ കൃഷിയിടത്തിൽ തമ്പടിക്കുന്നത്
ടാപ്പിംഗ് തൊഴിലാളികൾ, പ്രഭാത സവാരിക്കാർ എന്നിവർക്കും ഭീഷണിയാകുകയാണ്. 12,000 വനമേഖലയിൽ നിന്നും കാഞ്ഞിരപ്പുഴ കടന്നാണ് രാത്രിയാകുന്നതോടെ കാട്ടാനകൾ കൃഷിയിടത്തിലേക്ക് എത്തുന്നത്. ജനവാസ കേന്ദ്രങ്ങളായ മൈലാടി, എരഞ്ഞിമങ്ങാട്, പൊയിളായി, പെരുമ്പത്തൂർ, മതിൽമൂല ഭാഗങ്ങളിലാണ് വന്യമൃഗശല്യം അതിരൂക്ഷമായിട്ടുള്ളത്. ന്യൂസ് 18 മലപ്പുറം. വയനാട് വടുവഞ്ചാലിൽ ജനവാസ കേന്ദ്രത്തിൽ കാട്ടുപോത്തിറങ്ങി. വടുവഞ്ചാൽ നീലിമലയിലാണ് ഇന്നലെ വൈകുന്നേരം 7 മണിയോടെ കാട്ടുപോത്തിറങ്ങിയത്. പ്രദേശവാസിയായ കളത്തിങ്കൽ പ്രദീപിന്റെ വീടിന് മുന്നിലൂടെ ഓടുന്ന കാട്ടുപോത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. സ്കൂട്ടറിൽ വീട്ടിലേക്ക് വരികയായിരുന്ന പ്രദീപ് തലനാഴിഴയ്ക്കാണ് കാട്ടുപോത്തിന് മുന്നിൽ നിന്ന് രക്ഷപ്പെട്ടത്. CBSE 10+2 ക്ലാസുകളുടെ പരീക്ഷ നാളെ മുതൽ ആരംഭിക്കും. 10ാം ക്ലാസ് പരീക്ഷ മാർച്ച് 13-നും +2 പരീക്ഷ ഏപ്രിൽ 2-നും അവസാനിക്കും. CBSE ബോർഡ് പരീക്ഷകൾ 55 ദിവസം നീണ്ടു നിൽക്കുകയും ഏപ്രിൽ 10-ന് അവസാനിക്കുകയും ചെയ്യും. ഇതോടെ ആദ്യ വാർത്ത പൂർണ്ണമാവുകയാണ്. നമസ്കാരം.